നമസ്കാരം, ഞാൻ ബിനു കെ ബീന അയൺ ട്രേഡേഴ്സ്. നിർമ്മാണ മേഖലയിൽ അയൺ ആൻഡ് സ്റ്റീലിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. അതിലേറ്റവും സുപ്രധാനമായ കണ്ടുപിടുത്തമാണ് വുഡൻ പാറ്റേണിലുള്ള സ്റ്റീൽ ഡോറുകൾ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റീൽ ഡോറിൻ്റെ വെയർഹൗസിലാണ്. നമ്മുടെ ഈ സ്റ്റീൽ ഡോറിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും കൂടുതൽ ഡിസൈനിനെക്കുറിച്ചും അതിൻ്റെ വാറണ്ടി ഈ വക ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് GM മിസ്റ്റർ റാഫിയുമായി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോവുകയാണ്. നമസ്കാരം റാഫി. താങ്ക് യു സാറേ, നമ്മുടെ സ്റ്റീൽ ഡോർ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി. അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനിയും പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മുടെ ഈ എന്ത് തരം സ്റ്റീലാണ്, MS സ്റ്റീലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ? ഫസ്റ്റ് ഓഫ് ഓൾ ബിനുവിനെ ഞാൻ ഈജിസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം മരത്തിൽ നിന്ന് ആളുകൾ ഒരുപാട് സ്റ്റീൽ ഡോറിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതെ. പക്ഷേ അതേ സമയത്ത് തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീല് പല കമ്പനികളും ഉറപ്പുവരുത്തുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റീൽ ഡോറിൻ്റെയും ലൈഫിനെ അത് സാരമായിട്ട് ബാധിക്കും. സാധാരണ മരത്തിൻ്റെ ഡോർ ഉപയോഗിക്കുന്ന അത്ര പോലും ലൈഫ് സ്റ്റീലിൻ്റെ കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ലൈഫ് ലോങ് ആണ്. ഓക്കെ. അപ്പോൾ അതിൽ ഈജിസ് നമ്മൾ ഉപയോഗിക്കുന്നത് ജർമ്മൻ ടെക്നോളജി ആണ് ഇതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ടർക്കിഷ് പിന്നെ ഡിസൈനിങ് പാറ്റേണുമാണ്. സ്റ്റീലിൻ്റെ ക്വാളിറ്റി ബിനു ചോദിച്ച ചോദ്യത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് GI ആൻഡ് GL ക്വാളിറ്റിയുള്ള ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഒപ്പം ചില പ്രീമിയം ഡോറുകൾക്ക് വേണ്ടി കാസ്റ്റ് സ്റ്റീലിലുള്ള ഡോറുകളും കൂടി ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്റ്റീല് ഏത് സ്റ്റീലാണ്? സ്റ്റീല് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് പോസ്കോ എന്ന് പറഞ്ഞ സൗത്ത് കൊറിയൻ കമ്പനിയുടെ ഷീറ്റാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് അത് ഡിപ്പ് ഗാൽവനൈസിങ് ആണ്. പിന്നെ GI കോട്ടിങ്ങിൻ്റെ GSM കുറച്ചും കൂടി കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഈ വുഡൻ കർവുകൾ മറ്റും പ്രസ് ചെയ്ത് വരുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ GIയുടെ കോട്ടിങ് പീൽ ഓഫ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഗുണം, പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനത്തിൽ ഈ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് തുരുമ്പ് പിടിക്കാനുള്ള അല്ലെങ്കിൽ ഓക്സിഡേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനുള്ള നമ്മൾ യൂസ് ചെയ്യുന്നത് പോസ്കോ സ്റ്റീലും GI കോട്ടിങ്ങും GL കോട്ടിങ്ങും ഉണ്ട്. അത് ഇലക്ട്രോ ഗാൽവനൈസിംഗ് അല്ല, ഡിപ്പ് ഗാൽവനൈസിംഗ് ആണ്. അപ്പോൾ അത് നമ്മുടെ സാധാരണ ഗാൽവനൈസേഷനേക്കാൾ 10 ഇരട്ടി ലൈഫ് കൂടുതൽ കിട്ടുന്ന സാധനമാണ്. ഓക്കെ. നമുക്കിനി മൂന്നാമതായി അറിയേണ്ടത് ഇതിൻ്റെ ഈ പെയിൻറ് കോട്ടിങ് എങ്ങനെയായിരിക്കും? സാധാരണ മെറ്റലിൽ പെയിൻ്റ് അടിച്ചാൽ ഇളകിപ്പോലും. ഓക്കെ. പെയിൻറ്റിങ് മെത്തേഡ് നമ്മൾ 2 തരത്തിലുള്ള മെത്തേഡാണ് ഈജിസ് ഫോളോ ചെയ്യുന്നത്. ഒന്ന് ഹീറ്റ് ട്രാൻസ്ഫർ മോച്ചെ പെയിൻറ്റിംഗ് എന്ന് പറയും. നമ്മുടെ നേരത്തെ ഷീറ്റിനെ കുറിച്ച് പറഞ്ഞു. അത് GI ആണെങ്കിലും GL ആണെങ്കിലും ഡിപ്പ് ഗാൽവനൈസിങ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വുഡൻ ടെക്സ്ചർ കിട്ടുന്ന രീതിയിലുള്ള പേപ്പർ ഈ സ്റ്റീലിൻ്റെ ഷീറ്റിൽ ഒട്ടിച്ചതിന് ശേഷം അത് ചേംബറിൽ കയറിയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ പെയിൻറ്റിംഗ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ കുറച്ചും കൂടി വുഡൻ ടെക്സ്ചർ ഫീൽ കിട്ടാനായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ മോച്ചെ പെയിൻറ്റിംഗ് എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈജിസിൻ്റെ എല്ലാ ഡോറുകളും വരുന്ന ഒരൊറ്റ പെയിൻറ്റിംഗ് സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ മറ്റുള്ള കമ്പനികളുമായിട്ട് നോക്കുമ്പോൾ ഞങ്ങളുടെ അത് ഈജിസിനെ വ്യത്യസ്തമാക്കുന്നത് എല്ലാ ഡോറുകളും ഒരേ ടൈപ്പ് പെയിൻറ്റിംഗ് മെത്തേഡാണ്. നമ്മൾ സാധാരണ നോർമൽ പെയിൻറ്റിങ്ങിലേക്ക് പോകാറില്ല. മറ്റ് ബ്രാൻഡുകളൊക്കെ നോക്കുന്ന സമയത്ത് 1-2 മോഡലുകൾ ഈ മെത്തേഡ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ നോർമൽ പെയിൻറ്റിങ്ങിലേക്ക് പോകാറാണ് പതിവുള്ളത്. പിന്നെ കുറച്ച് പ്രീമിയം സീരീസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്ലൂറോ കാർബൺ പെയിൻറ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി ലൈഫ് കൂടുതൽ കിട്ടും. പക്ഷേ അതിൻ്റെ മുകളിൽ വുഡൻ ഗ്രെയിൻസ് ഉണ്ടാവില്ല. അത് നമ്മൾ ഈ പിന്നെ എയർക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പെയിൻറ്റിംഗ് മെത്തേഡാണ്. അപ്പോൾ കുറച്ചും കൂടി ആൻറ്റി ഫെയ്ഡിങ് ക്വാളിറ്റി സാധാരണ ഹീറ്റ് ട്രാൻസ്ഫർ മോച്ചെ പെയിൻറ്റിങ്ങിനേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ മോച്ചെ പെയിൻറ്റിങ് എടുത്താലും അതൊക്കെ തന്നെ UV പ്രൊട്ടക്ഷനുള്ള ടൈപ്പിലുള്ള പെയിൻ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റീൽ ഡോറുകൾ സെലക്ട് ചെയ്താൽ അതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റിയെക്കുറിച്ച് യാതൊരു ടെൻഷനും വേണ്ട, 100% ബ്ലൈൻഡ് ആയിട്ട് അതിനെ വിശ്വസിക്കാം. ഓക്കെ. സാറേ, എനിക്ക് പിന്നെ അറിയേണ്ടത് നമ്മുടെ ഈ ഹാർഡ്വെയർ ഉണ്ടല്ലോ, ഇതിലുള്ള ഇതാണല്ലോ അതിൻ്റെ മെയിൻ. എപ്പോഴും തുറക്കണം, അടയ്ക്കണം, ലോക്ക് ചെയ്യണം. അപ്പം ഇതിന് എങ്ങനെയാണ്? സാധാരണ ഇഞ്ചസ് ആണോ? എന്ത് ഇഞ്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പിന്നെ ആളുകൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ഹാർഡ്വെയറിൻ്റെ ഏരിയ. അതെ, അതാണ്. പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഹാർഡ്വെയർ ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല വിലയ്ക്കുള്ള ഹിഞ്ചസ് നമുക്ക് സാധാരണ വുഡൻ ഡോറിന് നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു 40 രൂപ തൊട്ട് മുകളിലേക്ക് ഹിഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
അത് നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 700 രൂപ 800 രൂപ വരും. അതിൻ്റെ ക്വാളിറ്റി ഉള്ള വരുന്ന സമയത്ത് കിട്ടുന്ന ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്വിങ്ങിങ് എത്ര തവണ സ്വിങ് ചെയ്താലും അവരുടെ ഡോറിനെ സംബന്ധിച്ചോളം എപ്പോഴും അടക്കുകയും തുറക്കുകയും ചെയ്യുന്നതാണല്ലോ. അതിനകത്ത് ചെറിയ ഗ്യാപ്പ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു ഹാങ്ങിങ് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലോസിങ് ഉറപ്പ് വരുത്തും. സ്റ്റീൽ ഡോർ മേടിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ വുഡൻ ഡോറിനേക്കാൾ സ്വല്പം കൂടി വെയിറ്റ് കൂടുതലായിരിക്കും സ്റ്റീൽ ഡോറിന്. അപ്പോൾ അതിൽ നമ്മൾ ഹിഞ്ചസിൻ്റെ മുകളിൽ നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ചെറിയ അലൈൻമെൻറ്റ് മാറിക്കഴിഞ്ഞാൽ ഇത് ഡോറ് അടയ്ക്കാനും തുറക്കാനും പ്രയാസപ്പെടും. അത് പ്രയാസപ്പെടുന്നത് മാത്രമല്ല, ആ ഭാഗത്ത് ചെറിയ സ്ക്രാച്ചുകൾ വന്നാൽ ഇത് ഓക്സിഡേഷൻ ആയത് തുരുമ്പെടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഹൈ ക്വാളിറ്റിയുള്ള ഹിഞ്ചസ് ഉറപ്പ് വരുത്തുക എന്നുള്ളത് സ്റ്റീൽ ഡോർ മാനുഫാക്ചർ എന്നുള്ളതിലേക്ക് ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. ഞങ്ങൾ ഈജിസിൽ ഉപയോഗിക്കുന്നത് ഗലങ് എന്ന് പറഞ്ഞ ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള ഹിഞ്ചസ് ആണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഹെവി വെയിറ്റ് പിൻ സിലിണ്ടർ പോലെ ഇരിക്കും. ഈ സാധനം ഹെവി വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. വളരെ സ്ട്രോങ് ആണ്. സാധാരണ നോർമൽ ഹിഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇതാണുള്ള ഹിഞ്ചസ് ആണ് വരുന്നത്. ഈ ഗലങ് എന്നുള്ള GL ഹിഞ്ചസ് ഉപയോഗിക്കുന്നത് ഈജിസ് മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രീമിയം ഡോറുകൾക്ക് ഉപയോഗിക്കുന്നത് അതേ ടെക്നോളജി തന്നെ കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയലിൽ നമ്മൾ നല്ല ഭംഗിയുണ്ട്. ഇത് പ്രീമിയം കാറ്റഗറിക്കാണ്. നോർമൽ കാറ്റഗറിക്ക് ഉപയോഗിക്കുന്നത് ഈ ടൈപ്പിലുള്ള ഗലങ് ഹിഞ്ചസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹാർഡ്വെയറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ലോക്ക് എന്നുള്ളത്. ഈജിസിൽ ഉപയോഗിക്കുന്നത് വാഞ്ചയ എന്നുള്ള ഈ ലോക്കിംഗ് സിസ്റ്റമാണ്. ഇത് വേൾഡിലെ ടോപ്പ് 5 കമ്പനികളിൽ ഒന്നാണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര തവണ നമ്മൾ അപ്ലൈ ചെയ്താലും ഇതിൻ്റെ സിലിണ്ടറിനോ ലോക്കിനോ യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിലും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഒരു $10 കുറവിനൊക്കെ വേണ്ടിയിട്ട് വില കുറഞ്ഞ ലോക്ക് കൊണ്ടുവരും. ഇത് മെയിൻ പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഈ സാധനത്തിന് മുകളിൽ സർവീസ് വന്നു കഴിഞ്ഞാൽ അത് കസ്റ്റമർക്ക് തലവേദനയാണ് എന്നും. അപ്പോൾ ആ ഒരു ഭാഗം കസ്റ്റമറെ സംബന്ധിച്ചോളം യാതൊരു വിഷമസന്ധിയുമില്ലാതെ വളരെ ഈസി ആയിട്ട് കടന്നു പോകുന്ന സെഗ്മെന്റാണ്. നോർമലി എത്ര കീ ഉണ്ടാവും നമ്മുടെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് വരുന്നത് 2 കീ എക്സ്ട്രാ ഉണ്ടാവും. 5 കീ ഈ ഇതിനകത്ത് മാസ്റ്റർ കീ ഉണ്ടാവും, ഓണേഴ്സ് കീ കൂടെ ഉണ്ടാവും. എന്താ ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കീ നമ്മൾ സാധാരണ വീട് പണി ചെയ്യുന്ന സമയത്ത് ഇലക്ട്രീഷ്യൻ, പ്ലംബർ തുടങ്ങിയവർക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ അകത്തുനിന്നുള്ള മാസ്റ്റർ കീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ 2 കീയും വർക്കാവില്ല. അത് ഹൈ സെക്യൂരിറ്റി നമ്മൾ ഉറപ്പ് വരുത്തുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. ഇപ്പൊ ഇതിനകത്ത് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റത്തെ. പിന്നെ എനിക്ക് ഒരു ഡൗട്ട് കൂടെ ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ സാധാരണ നമ്മൾ വീട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തു നിന്ന് നിൽക്കുന്ന ഒരാൾക്ക് ഇവിടെയാണ് ഈ ലോക്ക് എന്ന് അറിയാൻ പറ്റും. ഓക്കെ. പക്ഷേ ഇത് ഉടനിലും അത് തന്നെയാണ്. പലരും ഇവിടെ തിക്കിയിട്ടാണ് ഇത് പൊട്ടിക്കുന്നത്, ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനെക്കാട്ടി ഒരു സെക്യൂർ സിസ്റ്റം നമ്മുടെ സ്റ്റീലില്ലേ? നമ്മുടെ മൾട്ടിപ്പിൾ പോയിന്റ് ലോക്കിങ്ങിനകത്ത് 5 ഏരിയകളിലാണ് ലോക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ ഫോണിൽ ഇതൊന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഇത് ഡോർ ആണെങ്കിൽ സാധാരണഗതിയിൽ സെൻട്രൽ പോർഷനിൽ മാത്രമാണ് ലോക്ക് വരിക. നമ്മുടെ എക്സിറ്റ് ഡോറുകളിലൊക്കെ തന്നെ 5 ഏരിയകളിൽ ലോക്ക് വരും. ഒരെണ്ണം മേലെ, ഒരെണ്ണം താഴെ, പിന്നെ 2 1/3 1/4 3/4 ഓരോന്ന്, സെന്ററിൽ വേറെയും വരുന്നു. ഇതുകൊണ്ട് കിട്ടുന്ന ഗുണം ഒരൊറ്റ കീയിൽ തന്നെ 5 ഏരിയയിൽ ലോക്ക്. അതുകൊണ്ട് ഈ തിക്കി കയറുന്ന വിഷയങ്ങൾ ഉണ്ടാകുകയില്ല. രണ്ടാമത്തെ വിഷയം, അതാണ് ഏറ്റവും വലിയ സേഫ്റ്റി എന്ന് പറയുന്നത്. അതെ. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടവർ ബോൾട്ടിന്റെ ആവശ്യമില്ല. കാരണം വീടിന്റെ ഉള്ളിൽ നിന്നാണെങ്കിലും ഈ സാധനം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേലെയും താഴെയും ടവർ ബോൾട്ട് ഇടുന്ന വിഷയങ്ങൾ ഒഴിവാക്കാം. ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. ഒരൊറ്റ കീയിൽ എല്ലാ ലോക്കുകളും വീഴും. എന്ന് വെച്ചാൽ ഈ സ്റ്റീൽ ഡോറിൻ്റെ സേഫ്റ്റി അതാണ് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. സാറേ, പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പല കസ്റ്റമറും ഈ വാറണ്ടിയെ പറ്റിയാണ് ചോദിക്കുന്നത്. എന്താണ് നമ്മളുടെ ഈ വാറണ്ടി സൈഡിലുള്ള? നമ്മൾ കൊടുക്കുന്നത് 5 വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഓക്കെ. അതിൽ കവർ ചെയ്യുന്ന മേഖലകൾ ഹാർഡ്വെയർ ഏരിയ എല്ലാം കവർ ചെയ്യുന്നു. അതായത് ലോക്ക്, ഹിഞ്ചസ്, ബീഡിങ്, ഹാൻഡില്, അതിൻ്റെ കൊച്ചു സ്ക്രൂകൾ വരെ വാറണ്ടിയിൽ കവർ ചെയ്യുന്നുണ്ട്. 5 വർഷത്തേക്ക് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബോഡിക്ക് നമ്മൾ വാറണ്ടി കൊടുക്കുന്നില്ല. അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ഇത് ശുദ്ധവെള്ളം കൊണ്ട്, അത് ശുദ്ധമായ പച്ചവെള്ളം കൊണ്ട് ക്ലീൻ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ചില കസ്റ്റമേഴ്സ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഫ്ലോർ ക്ലീനർ ഉപയോഗിക്കും.
അല്ലെങ്കിൽ ടൈൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ് വാഷിന്റെ മെറ്റീരിയൽ ഇതിനകത്തേക്ക് കയറും. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ഇപ്പൊ നമ്മുടെ വിനാഗിരി, നാരങ്ങ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുള്ള കൈ കൊണ്ടും കൂടി പോയി ചെന്ന് ഇത് ഡോറിന്റെ മുകളിൽ തൊടുന്ന സമയത്ത് സ്മോക്കിംഗ് കിൽസ് സ്ലോലി എന്ന് പറഞ്ഞ പോലെ ഇത് ചെറിയ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കിയിട്ട് ചെറിയ രീതിയിൽ ഫെയ്ഡ് ആവും. ചുരുക്കം പറയാൻ നമ്മൾ വെറും പച്ചവെള്ളം വെച്ചിട്ട് തുടച്ചാൽ മതി. ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, പെയിന്റ് കട്ടാകരുത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഷാർപ്പ് എൻഡ് കൊണ്ട് പെയിന്റ് കട്ടായി കഴിഞ്ഞാൽ ഉടനെ അവിടെ പെയിന്റ് ഒന്ന് ടച്ച് ചെയ്യണം. നമ്മുടെ വാഹനങ്ങളുടെ പെയിന്റിങ് പോലെ തന്നെ. കാരണം അത് എന്താ വെച്ചെങ്കിൽ അത് കട്ടായി കഴിഞ്ഞാൽ പെയിന്റിന്റെ കോട്ടിങ് കട്ടാവും, GL കോട്ടിങ് അല്ലെങ്കിൽ GI കോട്ടിങ് കട്ടാവും. കട്ടായി കഴിഞ്ഞാൽ പിന്നെ നേരെ പച്ചിരിപ്പിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഓക്സിഡേഷൻ ഉള്ള സാധ്യതയുണ്ട്. അതില്ലാതാക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ കട്ടിങ്, അതായത് പെയിന്റിന്റെയോ GI കോട്ടിങ്ങിന്റെയോ GL കോട്ടിങ്ങോ കട്ടായി കഴിഞ്ഞാൽ അവിടെ ഒന്ന് പെയിന്റ് ടച്ച് കൊടുത്താൽ മതി. ചുരുക്കം പറയാൻ നമ്മൾ കാറിന്റെ പെയിന്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അതുപോലെ അത്രയേ കാര്യമുള്ളൂ. അത്രേ ഉള്ളൂ. കൃത്യമായി തുടച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നാൽ ഈ സാധനം ലൈഫ് ലോങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം കസ്റ്റമേഴ്സിലേക്ക് ഇത് എത്തിക്കാം. തീർച്ചയായും മാക്സിമം ഓർഡർ നമുക്ക് കവർ ചെയ്യാൻ നോക്കാം. ഈ വീഡിയോ കാണുന്ന പലരും നമുക്ക് ഓർഡർ തരും, അല്ലെങ്കിൽ നമ്മളിത് പർച്ചേസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഞങ്ങളുടെ വെയർഹൗസിലേക്കും അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്കും വന്നതിന് ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കുന്നു. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞു, GI കോട്ടിങ്, GL കോട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഡിപ്പ് ഗാൽവനൈസിങ്ങിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്ന വിജാഗിരിയുടെ ക്വാളിറ്റി, അതായത് ഹിഞ്ചസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞു, ലോക്കിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞു. സ്വാഭാവികമായിട്ടൊരു സംശയം വരും, ഇതിന് പ്രൈസ് കൂടുതലാണെന്നുള്ളത്. ഒരിക്കലുമില്ല. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള സ്റ്റീൽ ഡോറുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈജിസിൻ്റെ ക്വാളിറ്റി 2 സ്റ്റെപ്പ് മുകളിലും പ്രൈസ് 1 സ്റ്റെപ്പ് താഴെയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം, ഒന്ന് പ്രൈസ് മാറുന്നത് ഇതിൻ്റെ വീതി, പൊക്കം ഇത് മാറുന്നതിനനുസരിച്ച് വിലയിൽ മാറ്റം ഉണ്ടാവും. രണ്ടാമത്തേത് ഫ്രെയിം സൈസ് മാറും. ഇപ്പോൾ 10 സെൻറ്റിമീറ്ററിൻ്റെ ഫ്രെയിം ഉണ്ട്, 15 സെൻറ്റിമീറ്ററിൻ്റെ ഫ്രെയിം ഉണ്ട്, 20 സെൻറ്റിമീറ്ററിൻ്റെ ഫ്രെയിം ഉണ്ട്. ഡബിൾ ഡോർ ഇപ്പം അതിൽ വില മാറും. പിന്നെ വരുന്നത് ഹാൻഡിലാണ്. നോർമൽ മോർട്ടീസ് ടൈപ്പ് ഹാൻഡിൽ വരുന്നുണ്ട്, പിന്നെ ബാർ ഹാൻഡിൽ വരുന്നുണ്ട്, ഫ്രിഡ്ജ് ടൈപ്പ് ഹാൻഡിൽ വരുന്നുണ്ട്. ബാർ ഹാൻഡിൽ എണ്ണ നീളം കുറഞ്ഞതും ഉണ്ട്, കൂടിയതും ഉണ്ട്. ഇങ്ങനെയുള്ള അക്സസറീസ് ചില ഡോറുകളുടെ മുകളിൽ അലൂമിനിയം സ്ട്രിപ്പുകൾ ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നുണ്ട്, ഭംഗിക്ക് വേണ്ടി നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ വരുന്ന വിലമാറ്റങ്ങളല്ലാതെ സാധാരണ നമ്മൾ ഏതൊരു കമ്പനിയുടെ ഡോറ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ 2 സ്റ്റെപ്പ് അഹെഡാണ് ക്വാളിറ്റി എങ്കിലും പ്രൈസ് എപ്പോഴും 1 സ്റ്റെപ്പ് താഴെയാണ്. അതായത് കസ്റ്റമറെ സംബന്ധിച്ചോളം ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് അറ്റ് ബെറ്റർ റേറ്റ്, വളരെ എക്കോണമിക്കലായിട്ടുള്ള റേറ്റിൽ കൊടുക്കാൻ പറ്റും. ഞങ്ങൾ സ്റ്റീൽ ഡോർ എന്നല്ല പറയുന്നത്, ഈജിസ് പറയുന്നത് സ്റ്റീൽ വുഡ് ഡോർ എന്നാണ്. ഇതിനകത്ത് മെയ്ഡ് ഇൻ സ്റ്റീൽ വിത്ത് കംപ്ലീറ്റ് ആസ്തറ്റിക്സ് ഓഫ് വുഡ്. അതായത് നമ്മൾ ടച്ച് ചെയ്താലും നോക്ക് ചെയ്താലും തൊട്ട് നോക്കിയാലും ഒക്കെ ഫീല് വുഡൻ ഫീലാണ്. ഞങ്ങൾ ബീന അയൺ ട്രേഡേഴ്സ് ഈ നിങ്ങളുടെ ഡോറ് സെലക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം നിങ്ങൾ ഈ പറഞ്ഞ പ്രത്യേകതകളാണ്. നമ്മൾ ഒരുപാട് കമ്പനികളുമായി സംസാരിച്ച് നോക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്തത് ഏജീസിനെയാണ്. അതിൻ്റെ കാരണം ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്. ഇതാണ് നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. അതിന് പറ്റിയൊരു കമ്പനിയാണെന്നുള്ളത് കൊണ്ടാണ് നമ്മളും നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് ഷെയർ ചെയ്യാം. അതുവഴി നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധ സഹകരണവും, കസ്റ്റമേഴ്സ് സർവീസ് കൊടുക്കണം. തീർച്ചയായിട്ടും. അത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കൂടുതൽ നല്ല ഭാവിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമസ്കാരം.